ഒരു ചായ അല്ലെങ്കിൽ ഒരു കാപ്പി അല്ലെങ്കിൽ ഒരു സുലൈമാനി അതെടുത്ത് കയ്യിൽ പിടിക്കാനുള്ള സമയമായി. ഇപ്പോൾ 4:45. ചായക്കൊപ്പം മധുര പലഹാരങ്ങൾ കഴിക്കാൻ ഇഷ്ടപ്പെടാത്തവരായി ആരും തന്നെ ഉണ്ടാകില്ല. അതിന് പറ്റിയ ഒരു ഐറ്റമാണിന്ന്. കോട്ടയത്തെ മധുര പലഹാരങ്ങൾക്കിടയിലെ രാജാവാണ്. പരമ്പരാഗതമായ ഈ മധുര പലഹാരത്തിന്റെ രുചിക്കൂട്ടാണ് ഇന്ന് പ്രേക്ഷകരിലേക്ക് എത്തുന്നത്. ഓരോ നാട്ടിലും ഓരോ രുചികളാണ്. കോഴിക്കോട് ഹൽവ, കണ്ണൂര് കിണ്ണത്തപ്പം, തിരുവനന്തപുരത്ത് ബോളി, അങ്ങനെ ഞങ്ങളുടെ കോട്ടയത്തുമുണ്ട് ഇവിടുത്തേത് മാത്രമായ ചില പ്രത്യേക മധുര പലഹാരങ്ങൾ. ആ പരമ്പരാഗത മധുര പലഹാരങ്ങൾ തേടിയാണ് ഞാൻ ഇന്ന് പോകുന്നത്. പോകാം കോട്ടയം താഴത്തങ്ങാടിയിലേക്ക്. ഇതാണ് കോട്ടയംകാർക്ക് പ്രിയപ്പെട്ട താഴത്തങ്ങാടിയിലുള്ള മാമിച്ചേടത്തിയുടെ കട. മാമിച്ചേടത്തിയുടെ പലഹാരങ്ങൾക്ക് ഇവിടെ മാത്രമല്ല എല്ലായിടത്തും വൻ ഡിമാൻഡാണ്. അതിൽ ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ട്. കോട്ടയത്തെ പരമ്പരാഗത ഭക്ഷണ പലഹാരങ്ങളിൽ പ്രധാനിയും ഇവൻ തന്നെയാണ്, ചുരുട്ട്. എല്ലാ ദിവസവും പ്രവർത്തിക്കുന്ന ഈ പലഹാരക്കടയിൽ ഒരു ദിവസം വിൽക്കുന്നത് 3000-ലേറെ ചുരുട്ടാണ്. തലമുറകളായി കൈമാറി വരുന്നതാണ് ചുരുട്ടിന്റെ പാചകക്കൂട്ട്. മധുരപ്രേമികൾക്ക് അതിനാൽ തന്നെ ചുരുട്ട് പ്രിയപ്പെട്ടതാകുന്നു. ക്രിസ്ത്യാനികൾക്ക് ചുരുട്ടില്ലാതെ ഒരു ആഘോഷങ്ങളുമില്ല. വിരുന്നിനും പെരുന്നാളിനും എല്ലാം ഇവനാണ് താരം. എങ്ങനെ ഇതിന്റെ പാചകമൊക്കെ എങ്ങനെയാ? പാചകം എന്ന് പറഞ്ഞാൽ ഈ ചുരുട്ട് ഉണ്ടാക്കുന്നത് അവലോസ് പൊടി എന്ന് പറയുന്ന അരി പൊടിച്ച് തേങ്ങയും ചിരണ്ടി വറക്കണം. അതിനകത്ത് ജീരകം ഇട്ടാണ് നമ്മൾ വറക്കുന്നത്. പിന്നെ അത് വറുത്ത് കോരി മൂത്ത് കഴിയുമ്പോൾ വറുത്ത് കോരി പൊടിച്ച് അതിനകത്ത് എള്ള, ഏലക്ക, എസൻസ് ഇതെല്ലാം ഒഴിച്ച് കുഴയ്ക്കും. ആ പാകത്തിന് അതെടുത്തിട്ട് അതിൽ അടുക്കി രണ്ടായിട്ട് കണ്ടിച്ച് കുമ്പിൾ പോലെ കൂട്ടി ഈ കുഴയെടുത്ത് അതിനകത്ത് വെച്ചിട്ട് 3 മൂല ഇങ്ങനെ. അവലോസുപൊടി, മൈദ, പഞ്ചസാര, ഏലക്ക എന്നിവയാണ് ചുരുട്ടിന്റെ പ്രധാന ചേരുവകൾ. ചുരുട്ടുണ്ടാക്കാൻ മാത്രം ഇവിടെ ഒരു പ്രത്യേക സംഘം തന്നെയുണ്ട്. വിദേശത്ത് നിന്നെത്തുന്നവർ തിരികെ പോകുമ്പോൾ ഇവിടെ എത്തി മറ്റു പലഹാരങ്ങളുടെ കൂടെ ചുരുട്ടും വാങ്ങാറുണ്ട്. അപ്പോ ഇതാണ് നമ്മുടെ സ്റ്റാർ ഐറ്റം. കോട്ടയത്തെ ചുരുട്ടിന്റെ വിശേഷങ്ങളാണ് നമ്മൾ കണ്ടത്. ഇത് രുചിച്ചു നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് രുചിച്ചു നോക്കൂ കേട്ടോ. വീഡിയോ ജേർണലിസ്റ്റ് രഞ്ജിത്ത് കളത്തിപ്പടിക്കൊപ്പം റിപ്പോർട്ടർ അഞ്ജന അനിൽകുമാർ, ഇൻ റിപ്പോർട്ടർ, കോട്ടയം. ഒരു 2 ചുരുട്ടിനപ്പുറം ഒന്നും കഴിക്കരുത്. നല്ല മധുരമാണ്. പിന്നെ ഷുഗർ കൂടി എന്നാരും പരാതി പറയരുത്. സംഭവം നല്ല ടേസ്റ്റ് ഒക്കെയാണ്.